ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം 2023 അതുപോലെ തന്നെ 2022 ഈ 2 വർഷം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ വരാൻ പോണത് എന്നല്ല വന്നു കഴിഞ്ഞിട്ടുള്ള വർഷം 2024. അപ്പം അതിന് എങ്ങനെയാണ് മുമ്പോട്ട് എങ്ങനെ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊക്കെ പടച്ചോൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. പക്ഷേ 2023 കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് വലിയ സുഖമുള്ള പരിപാടികളൊന്നും ഇപ്പോൾ അതിലുണ്ടായിട്ടില്ല. പക്ഷേ 2022 അത് വല്ലാത്തൊരു വർഷമായിരുന്നു. അന്നാണ് എൻ്റെ ഉപ്പാക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആകെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 2022 അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. 2023 എൻ്റെ ഉപ്പാക്ക് 2021 തോന്നുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് സംഭവിച്ചത്. 2022 2023 2 വർഷമായി. അപ്പോൾ 2021 തോന്നുന്നുണ്ട് ഉപ്പാക്ക് സംഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുള്ള വർഷങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു വർഷമായിരുന്നു. അപ്പോൾ ഈ 2024 നല്ലൊരു വർഷമാവണം. ഈ ഒരു വർഷത്തിൽ തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം. ആ കിട്ടിയ വരുമാനം കൊണ്ട് തന്നെ എൻ്റെ ഉപ്പാനൊന്ന് ചികിത്സിക്കാൻ എൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 2024 വർഷം അവസാനിക്കുമ്പോഴേക്കും അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പിന്തുണയും ഒക്കെ എനിക്ക് വേണം. അപ്പോൾ ഈ ഒരു വർഷം കഴിയുന്നതോടുകൂടെ തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടണം. അത് എൻ്റെ ഉപ്പാടെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വർഷം ഞാൻ നിൽക്കുന്നത്. അപ്പം അത് ഈ വർഷത്തിൽ തന്നെ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് സാധിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്നതും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും നിങ്ങളുടെ ഓരോ വിജയവും കാരണമാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും വേണം. അപ്പോൾ 2024 നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്നും ഞാൻ എന്തൊക്കെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ഒന്ന് പടച്ചോൻ സാധിപ്പിച്ച് തരട്ടെ എന്നും ഒരുപാട് ആഗ്രഹം. പിന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ലോണും കാര്യങ്ങളും ഹൗസിങ് ലോണായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മൾ പിന്നെ ഫ്രീ കിറ്റ് കൊടുക്കണം. നമുക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ കൂടി നമ്മൾ ഫ്രീ കിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമുക്ക് ഉണ്ടായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ടോ ഒന്നുമല്ല. പക്ഷെ ഓരോരുത്തരുടെ വിഷമം കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സലിയുന്ന ഒരാളാണ്. പക്ഷെ നമ്മളത് ഒരുപാട് വിഷമത്തിലാണ് നമ്മളും ഉള്ളത്. പക്ഷെ ഓരോരുത്തരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിഷമമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഫ്രീ കിറ്റ് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ വിചാരം എന്താ, നമുക്ക് ഒരുപാട് പൈസ ഉണ്ട്, നമ്മളിപ്പോൾ ഒരുപാട് പൈസ ഉണ്ടെന്നല്ല ഇങ്ങനെ സാധനങ്ങൾ കുറേശ്ശെ ഇറക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോണത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉയർന്നൊരു നിലയിലെത്താൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ കാറ്റലോഗ് ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ വേറൊരു നമ്പറിലാണ്. അപ്പോൾ ആ നമ്പറും ആ ഫോണാണെങ്കിൽ എൻ്റെ കയ്യിൽ പകൽ അന്ത്യോളം അത് എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. രാത്രിയിലാണ് ആ ഫോൺ എനിക്ക് കിട്ടാറ്. അപ്പം എൻ്റെ ഈ നമ്പറിൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ ബിസിനസ് അക്കൗണ്ട് അല്ലാത്ത കാരണം അതിലെനിക്ക് കാറ്റലോഗ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ വട്ടം ശ്രമിച്ചതാണ്. കാരണം ഓരോരുത്തർ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് അന്വേഷിക്കണേക്കാൾ നല്ലത് അവർക്ക് കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എസ്റ്റിമേറ്റ് എത്ര വെച്ചെങ്കിൽ അത് പേ ചെയ്യുക, സാധനം എടുക്കുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. മറ്റത് കാറ്റലോഗ് ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് ഇങ്ങനെ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ അന്വേഷിക്കണം. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാറ്റലോഗ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു എൻ്റെ വേറൊരു സിമ്മിൽ കാറ്റലോഗ് ആഡ് ചെയ്തിട്ട് അത് വേറൊരു ഫോണിലിട്ടത്. ആ ഫോണാണെങ്കിൽ പകലന്ത്യോളം എൻ്റെ കയ്യിലുണ്ടാവില്ല. രാത്രിയിലാണ് ആ ഫോൺ എനിക്ക് കിട്ടാറ്. അപ്പോൾ രാത്രിയിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ നേരം വൈകും. അപ്പോൾ പിന്നെ ഞാനത് നോക്കില്ല, അതിലെ മെസ്സേജ് വന്ന് കാണില്ല. അപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാറ്. പിന്നെ കൂടുതലായിട്ടും ഞാനിപ്പോൾ ഒരു വോയിസിൽ വരാൻ തന്നെ കാരണം പിന്നെ ആ ഫോണിൽ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ അതൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അതിപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാകും. നമ്മളൊരാൾക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കും അത് ദേഷ്യം വരും.
2-3 ദിവസം കണ്ടാവും ഭയങ്കര ജാടയാണല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. കാരണം ഇതിലാണ് ഈ ഒരു നമ്പറിലാണ് വെച്ചെങ്കിലൊക്കെ ഞാൻ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ തീരെ വയ്യാണ്ടാവുമ്പോഴാണ് റിപ്ലൈ കൊടുക്കാൻ വൈകിട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നത്. അല്ലാത്ത പക്ഷം റിപ്ലൈ കൊടുക്കാറുണ്ട്. കമൻറ്റ് ഒരുപാടുള്ള കാരണം ചിലപ്പോൾ ഞാൻ വായിക്കാറില്ല. ചില ദിവസങ്ങൾ വായിക്കും, ചില ദിവസങ്ങൾ വായിക്കാറില്ല. അപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ തുരുതുരാ വന്ന് കിടക്കുന്ന കാരണം അതിന് ചില സമയത്ത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ പിന്നെ ഒരുപാട് പേര് 2000-നും 1000-നും 900-നും നമ്മുടെ കയ്യിൽ എത്ര രൂപക്ക് എടുക്കണം എന്നുള്ളൊരു മിനിമം ഇതൊന്നും ആദ്യമൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലിടക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 100-നും 50-നും ഒക്കെ വാങ്ങിക്കണവരുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോഴാണ് ഞാനൊരു മിനിമം ഒരു 200 അല്ലെങ്കിൽ ഒരു 300 രൂപക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അതും വേണ്ടാന്ന്. കാരണം 300 രൂപക്ക് പോലും വാങ്ങാൻ മാർഗ്ഗമില്ലാത്തവരുണ്ട്. അപ്പോൾ ഒരു 150 രൂപക്ക് അവരവരുടെ ഇഷ്ടത്തിന് ഷിപ്പിംഗ് അവരല്ല കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും ഒഴിവാക്കി. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപക്കാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അത്രയും രൂപക്ക് ഞാൻ ഇവിടുന്ന് അയച്ചു തരാം. അപ്പം അതുകൊണ്ട് തന്നെ എത്ര രൂപക്ക് വാങ്ങണം എന്നുള്ള ഒരു കണ്ടീഷനൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 50-നാണോ വേണ്ടത്, 100-നാണോ വേണ്ടത്, എന്തായാലും ഷിപ്പിംഗ് ചാർജ് നിങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മുതലാവുന്ന രീതിയിൽ നിങ്ങൾ വാങ്ങാൻ നോക്കുക. അല്ലാണ്ട് ഇത്ര രൂപക്ക് വാങ്ങണം എന്നുള്ള യാതൊരു കണ്ടീഷനുമില്ല. പിന്നെ നമ്മൾ ആദ്യം സാധനങ്ങളൊക്കെ അയച്ചാൽ ഏറി വന്ന 4-5 ദിവസം അതിനുള്ളിൽ എല്ലാവർക്കും സാധനം കിട്ടാറുണ്ട്. പിന്നെ കൂടുതലും വൈകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാരണം അങ്ങനെയും വൈകാറുണ്ട്. ചിലവർക്ക് ഇന്നയച്ചാൽ നാളെ കിട്ടണവരും ഉണ്ട്. പിന്നെ കിട്ടാൻ വൈകണത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സാധനം ഉണ്ടാവില്ല. അത് ഞാൻ വീഡിയോസിൽ പറയാറുണ്ട്. സാധനം കയ്യിലില്ല, ഇത് വരാനുള്ളതാണ്, അവർ ഫോട്ടോ വിട്ട് തന്നതാണ്, ആ ഫോട്ടോ വെച്ചിട്ടാവും ചിലപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ സാധനം കയ്യിലുണ്ടാവില്ല, ഇത് മുൻകൂട്ടി പേയ്മെൻറ്റ് അടച്ചിടണം എന്നും ഞാൻ പറയാറുണ്ട്. അപ്പോൾ വീഡിയോസ് ഫുള്ള് കാണാണ്ടാണ് എല്ലാവരും ഈ നമ്പർ എടുക്കുക, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക, സാധനം ഉണ്ടോ ചോദിക്കുക, പേയ്മെൻറ്റ് അടച്ചിടുക ഒക്കെ ചെയ്യുന്നത്. എന്നിട്ടത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അത് വെയിറ്റ് ചെയ്യാൻ വരെ ചില ആൾക്കാർക്ക് ടൈം ഉണ്ടാവില്ല. ചിലവർ ഒരാഴ്ചയായി 2 ആഴ്ചയായി പേയ്മെൻറ്റ് അടച്ചിട്ട് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല. 2 ആഴ്ച ഇല്ല, ഒരാഴ്ചയായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിടുന്നുണ്ടാവും. കാരണം അവർക്ക് ഇത്രയും അർജൻറ്റാണെന്നുള്ളത് ഞാനും അറിയില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം പേയ്മെൻറ്റ് അടക്കാൻ. എല്ലാവരും അങ്ങനെയല്ല, 1-2 പേരൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒരുപാട് പേര് പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. 1-2 പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാണുമ്പോൾ വീഡിയോസ് ഫുള്ള് കാണുക, വീഡിയോസിൽ എന്താണ് പറയണതുള്ളത് നോക്കുന്നതിന് ശേഷം ഓർഡർ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നെന്ന് ഉള്ളപ്പോൾ അങ്ങനെ ഈ കാര്യം കൂടെ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വർഷം അടിപൊളി ഒരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ 2021, 2022, 2023 ഒക്കെ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.